നമസ്കാരം. CK വിഷൻ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവരുകളെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതിലാണ്. കാരണം ഞാനും ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയാവണമെന്നില്ല. പലപ്പോഴും അദ്ദേഹം വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. LDF ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്നു, ചിലപ്പോൾ അകന്നു നിൽക്കുന്നു. മുഖ്യമന്ത്രിയുമായി ചിലപ്പോൾ നല്ല ബന്ധത്തിലാണ്, ചിലപ്പോൾ ഏതാനും വാക്കുകൾ പറഞ്ഞ് തെറ്റാറുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ SNDPയുമായി ബന്ധപ്പെട്ട ശാഖകളുടെയും മറ്റും അധികാരങ്ങളും അവകാശങ്ങളും, അവകാശമെന്ന് പറയാൻ പറ്റില്ല, അതിനെ കൺട്രോൾ ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു SNDP എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമാണ്. അല്ലെങ്കിൽ അതൊരു സാമുദായിക സംഘടനയാണ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശന് പൊതുവെ ഒരു ധാരണയുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ സമുദായത്തിലുള്ള മുഴുവൻ ആൾക്കാരും അത് അക്ഷരം പ്രതി അനുസരിക്കും എന്നുള്ള ഒരു ചെറിയ ഒരു സംശയമെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ വിശ്വാസം അത് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അത് 100% തെറ്റാണെന്ന് കൂടി പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി LDF ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ചേർന്ന് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമത്തിനെ പരിപൂർണമായി പിന്തുണയ്ക്കുന്ന ഈഴവ സമുദായത്തിലുള്ള മുഴുവൻ ആൾക്കാരും പിന്തുണയ്ക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ തെറ്റായ ഒരു വിശ്വാസം. ശരിക്കും അതല്ല ശരിയായ കാര്യം. കാരണം ഈ അയ്യപ്പ സംഗമത്തിനെ അപ്പാടെ തള്ളിക്കളയുന്ന ഇഷ്ടം പോലെ ഈഴവാസ്, ഞാൻ ഉൾപ്പെടെ അതിനകത്ത് പെടുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത്, അദ്ദേഹം ഈ സമുദായത്തിൽ, അദ്ദേഹത്തിൻ്റെ സമുദായത്തിലുള്ള ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല. പുള്ളിക്കാരനെ സംബന്ധിച്ചോളം ഇപ്പം തന്നെ ഒരു 89 വയസ്സ് പിന്നിട്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പ്രായങ്ങളൊക്കെ ശരിക്കായി, പക്വതയുള്ള തീരുമാനങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ചിലപ്പോൾ ഇനി എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അദ്ദേഹം തരം കണ്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. പക്ഷെ അദ്ദേഹം ചില കാര്യങ്ങൾ തിരിച്ചറിയുക, സമുദായത്തിലെ അംഗങ്ങളുടെ താല്പര്യം കൂടി അദ്ദേഹം പരിഗണിക്കാൻ ബാധ്യസ്ഥനാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം ഉള്ള കാലവും ഇങ്ങനെ തുടരാനാണ് സാധ്യത. അതിനോടും ആർക്കും താല്പര്യമില്ല. ഇതൊന്നും പുള്ളി മനസ്സിലാക്കുന്നില്ല. പകരം മുഖ്യമന്ത്രിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രി എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ഏതുണ്ടെങ്കിലും അതിനെ കയറി സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിചാരം ഈ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അങ്ങ് കേട്ടോളും, അല്ലെങ്കിൽ അത് തന്നെയാണ് ഒരു ആപ്തവാക്യമായിട്ട് തിരഞ്ഞെടുക്കുമെന്നാണ് അദ്ദേഹം തെറ്റായി ധരിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ആലോചിക്കേണ്ടത്, ഈഴവ സമുദായത്തിലെ മുഴുവൻ ആൾക്കാരും അദ്ദേഹം പറയുന്നത് പോലെ കേട്ട് വാലാട്ടി പട്ടികളെ പോലെ പുറകെ ചെല്ലും എന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. പക്ഷേ ആ ധാരണ 100% തെറ്റാണ്. എല്ലാവരും അങ്ങനെ കേൾക്കുന്നവരല്ല. അവരവർക്ക് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇത് തിരിച്ചറിയാനുള്ള ഒരു സെൻസ് അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ വന്നിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ വളരെ അതിശയമാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.